കക്കാട് യൂണിറ്റി സെന്റർ ഖിദ്മ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൽ വാരിസ് നേതൃത്വം നൽകി. പാലസ്തീൻ ജനതയ്ക്കൊപ്പം മുസ്ലിം ജനത നിലകൊള്ളണം എന്ന ആഹ്വാനമായിരുന്നു ഈ വർഷത്തെ പെരുന്നാൾ നമസ്കാരത്തിന് തുടക്കമായത്. കക്കാട് സിറ്റി ജുമാ മസ്ജിദിൽ ബലിപെരുന്നാളിനനുബന്ധിച്ചു നടന്ന നമസ്കാരത്തിന് ഹത്തീബ് നാസർ മൗലവി നേതൃത്വം നൽകി. കക്കാട് യൂണിറ്റി സെന്റർ ഖിദ്മ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ടി അബ്ദുൽ ഖാരിസ് നേതൃത്വം നൽകി. ഈ വർഷം തുടങ്ങുമ്പോൾ പലസ്തീനെ കുറിച്ച് പറയാതെ തുടങ്ങാൻ കഴിയില്ലെന്നും 40,000-ഓളം കുഞ്ഞുങ്ങളും മുതിർന്നവരുമായി പലസ്തീനിൽ മരണമടഞ്ഞിരിക്കുന്നുവെന്നും പലസ്തീൻ ജനതയ്ക്ക് കരുത്തു പകരണമെന്ന പ്രാർത്ഥനയോടെയാണ് അബ്ദുൽ ഖാരിസ് തുടങ്ങിയത്. ബലിപെരുന്നാളിന്റെ ഖുതുബ തുടങ്ങുമ്പോൾ, നമ്മുടെ ആഘോഷം ആരംഭിക്കുമ്പോൾ മസ്ജിദുൽ അഖ്സയും ബൈത്തുൽ മഖ്ദിസും ഗസയും ഫലസ്തീനും പറയാതെ നമുക്ക് തുടങ്ങുക വയ്യ. 40,000-ത്തിലധികം കുഞ്ഞുങ്ങളും വലിയവരുമായിട്ടുള്ള നമ്മുടെ സഹോദരീ സഹോദരന്മാർ പുണ്യഭൂമിയുടെ വിമോചനത്തിനായി ഷഹീദായിരിക്കുകയാണ്. അതിനേക്കാളും ഏറെ ആളുകൾ, 70,000-ത്തിലധികം ആളുകൾ പരിക്കുകൾ ബാധിച്ച് പല ഹോസ്പിറ്റലുകളിലായി കഴിയുകയാണ്. നാഥാ, ഞങ്ങളുടെ സഹോദരന്മാർക്ക് പുണ്യഭൂമിയുടെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾക്ക് നീ കരുത്തു പകരണേ തമ്പുരാനെ. അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സകല ചിത്രശക്തികളെയും നീ പരാജയപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാതെ നമുക്ക് ആഘോഷം തുടങ്ങുക സാധ്യമല്ല. ഈദുൽ അദ്ഹ എന്നാണ് ഈ ബലിപെരുന്നാളിന്റെ പേര്. ഉദ്ഹിയ്യത്തിന്റെ പെരുന്നാൾ എന്നാണ് പറയുന്നത്. ത്യാഗത്തെയും ബലിയെയും നാം ആഘോഷമാക്കുകയാണ്. നമ്മുടെ ആഘോഷം കേവലം ആഘോഷമല്ല, നമ്മുടെ ആഘോഷം ആരാധനയാണ്, ഇബാദത്താണ്. ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് ഇന്ന് ഞാൻ 2 റക്അത്തുകളിലുമായി പാരായണം ചെയ്ത ആ പാരായണം ശ്രദ്ധിച്ച ആളുകൾക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും ആണ് ആ ആയത്തുകളിലൂടെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ പ്രാർത്ഥനയില്ലാതെ നമുക്ക് ആഘോഷം തുടങ്ങാൻ സാധ്യമല്ലെന്നും സ്നേഹത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മാതൃകയായി നിലകൊള്ളുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്നും പെരുന്നാൾ ദിനത്തിൽ അദ്ദേഹം മുസ്ലിം സഹോദരന്മാരോട് ആഹ്വാനം ചെയ്തു. ത്യാഗത്തിന്റെ, സഹനത്തിന്റെ, സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെ ഒരു പെരുന്നാളാണ് നമുക്കിവിടെ നടന്നത്. അതിന് ഖിദ്മ ജുമാ മസ്ജിദ് ഉസ്താദ് അബ്ദുൽ വാരിസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സന്ദേശം നൽകും. അങ്ങ് നമ്മുടെ സമൂഹത്തിനുള്ളൊരു സന്ദേശം എന്താ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള സന്ദേശം എന്ന് പറയുന്നത് വർണ്ണ, ഭാഷ, ദേശ വ്യത്യാസങ്ങൾക്ക്, വൈവിധ്യങ്ങൾക്കപ്പുറം ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണുന്ന വളരെ വലിയൊരു സന്ദേശമാണ് ബലിപെരുന്നാളിന് നൽകാനുള്ളത്. ആ അർത്ഥത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഒരുമിച്ച് കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരെല്ലാം ഒരേ വേഷത്തിലും അവരിൽ ഒരുപാട് ആളുകൾ പല പല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം ഒന്നാണെന്നുള്ള വലിയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ പെരുന്നാളുകൾ നൽകുന്നത്. നിങ്ങൾ ആ ആശംസകളിലും അതിലെ ആലിംഗനങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ആ ഒരു സന്ദേശം മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബലിപെരുന്നാളിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ആരാധനാലയങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം എന്ന നിലക്കല്ല. ആരാധനാലയങ്ങൾ ആ പരിസരങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്കും
ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ അഭയകേന്ദ്രവും ആവുമ്പോഴാണ് ആരാധനാലയങ്ങൾക്ക് മാനവിക മുഖമുണ്ടാവുക. അതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഈ ചാനലിൻ്റെ സിറ്റി ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും ഈ സന്ദർഭത്തിൽ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹത്തെയും സാഹോദര്യത്തെയും എന്നും നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയണം. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.